ഹായ് കൂട്ടുകാരെ, ഞാൻ പോകുന്നത് തിരുവനന്തപുരത്തെ ഒരു ഹിഡൻ പ്ലേസിലാണ്. നമ്മുടെ വെള്ളടയുടെയും അമ്പൂരുടെയും ഇടയിലാണ് ഈ പ്ലേസ് സ്ഥിതി ചെയ്യുന്നത്. ഹിഡൻ പ്ലേസ് എന്ന് പറയാൻ കാരണം ഇവിടെ അധികം വന്നിട്ടില്ല. ഭയങ്കര ഒരു മനോഹരമായ ഒരു വ്യൂ ഉള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ കൊണ്ടുകെട്ടിയിട്ടൊക്കെ അടിവാരമായിട്ട് വരും കേട്ടോ. ഇവിടെ നിന്ന് കണ്ടോ, അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങനെ കയറി ഇതുവഴി കൊണ്ടുകെട്ടിയൊരു വഴിയുണ്ട്. അതും ഒരു ഹിഡൻ ആണ്. അതും അത് ആർക്കും അറിയാത്തൊരു വഴിയാണ്. പക്ഷേ ഇത്തിരി റിസ്ക് ഉള്ളൊരു റൂട്ടും കൂടെയാണ്. എന്തായാലും നമുക്ക് ഈ ഹിഡൻ പ്ലേസിലോട്ട് പോവാം. ഞാനും അഖിലും കൂടെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരെ വന്നിട്ടുള്ളൂ. അത്യാവശ്യം ഒരു ഓഫ് റോഡ് വഴിയാണ്. ഞങ്ങൾ കുറച്ച് ദൂരം ബൈക്കിൽ വന്നിട്ട് ബൈക്ക് അവിടെ വെച്ചിട്ട് നടന്ന് പോകാനാണ് തീരുമാനിച്ചത്. ഓഫ് റോഡ് ജീപ്പോ ബൈക്കോ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ മഴ സമയത്ത് നല്ലൊരു വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ്. ഇപ്പോൾ മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവാണ്. പിന്നെ ഇതിനെ വലത്തോട്ട് തിരിഞ്ഞാൽ നേരെ നമുക്ക് നമ്മുടെ കൂനിച്ചിയിലോട്ട് പോകാൻ പറ്റും. ഇവിടെ നിന്ന് കൂനിച്ചിക്ക് നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. നമ്മുടെ കൂനിച്ചിയുടെ ലോവർ കൂനിച്ചിയുടെയും അപ്പർ കൂനിച്ചിയുടെ ഒക്കെ നല്ലൊരു വ്യൂ കണ്ടോ. നല്ല അടിപൊളി ഒരു വെറൈറ്റി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നല്ലൊരു കാടിൻ്റെ ഒരു നിശബ്ദതയും ഒരു അടിപൊളി അന്തരീക്ഷമുള്ള സ്ഥലമാണ്. പോകുന്ന വഴിക്ക് വേണ്ട ഒരു ചെറിയ ഗുഹ പോലത്തെ ഒരു ഭാഗമുണ്ട്. മഴ സമയത്തൊക്കെ ഇതിൻ്റെ അടിയിലോട്ട് കയറിയൊന്നും നനയത്തൊന്നുമില്ല. അത്യാവശ്യം നനയാതെ നിൽക്കാനുള്ള സൗകര്യമൊക്കെയുള്ളൊരു പാറയാണ് അത് കാണുന്നത്. നല്ല വണ്ടിയൊക്കെ പോയിട്ട് ഓഫ് റോഡ് ജീപ്പൊക്കെ പോയിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അതിൻ്റെ പേര് മിസ്റ്റി വാലി എന്നാണ്. അവിടെ വരുന്നവർ ഇങ്ങോട്ട് വരാറുണ്ട്, അല്ലാതെ വേറെ ആരും ഇങ്ങോട്ട് വരാറില്ല. അങ്ങനെ അങ്ങോട്ടേക്ക് ജീപ്പ് പോയതാണ് അവിടെ ക്യാമ്പ് ചെയ്യാനായിട്ട്. അവിടെ ജീപ്പും കിടപ്പുണ്ടായിരുന്നു നമ്മൾ പോയപ്പോഴേ. പിന്നെ ഫസ്റ്റ് വ്യൂ ഇതാണ്. ആ ഫസ്റ്റ് വ്യൂ ഏണിപ്പാറയിൽ നിന്നുള്ള അടിപൊളി ആദ്യത്തെ വ്യൂ നമുക്ക് കിട്ടിയതാണ്. ക്ലാമലയാണ് കേട്ടോ അതേ കാണുന്നത്. അവിടെ നിന്ന് അടുത്ത് അപ്പുറത്തേക്ക് മറ്റൊരു പാറയിലോട്ട് പോവാം. ഏണിപ്പാറയിൽ തന്നെ 3 പാറയായിട്ടാണ് അത് കിടക്കുന്നത്. അപ്പുറത്ത് നോക്കുമ്പോൾ കൊണ്ടകെട്ടിയുടെയും വില്ലൂന്നിയുടെയൊക്കെ വലിയൊരു മനോഹരമായൊരു കാഴ്ചയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ക്ലാമലയ്ക്ക് അപ്പുറത്തോട്ട് കറങ്ങി 6 കാണി വനമേഖലയാണ് അതൊക്കെ. ആനനിരത്തി, മണ്ണാത്തിപ്പാറ, വെള്ളച്ചാട്ടം, അതൊക്കെയാണ് ഇതേ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു പാറ ഉണ്ടോ. ഇനി അങ്ങോട്ടാണ് നമ്മളടുത്ത് പോകുന്നത്. അങ്ങോട്ട് പോയി ബാക്കി കാഴ്ചകൾ കാണാം. ഇതേ കാണുന്നത് കണ്ടോ, കൊണ്ടകെട്ടി. തൊട്ടപ്പുറത്ത് കാണുന്ന വില്ലൂന്നിയാണ്. നമ്മളെ കുരിശുമലയും കാളിമലയൊന്നും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ബാക്കിയെല്ലാം ഒറ്റ വ്യൂ അതാ കിടക്കുന്നത് കണ്ടോ. തൊട്ട് താഴെ കാണുന്നത് മാതമല, കൂനിച്ചി, ഇതാണ്ട് ലോവർ കൂനിച്ചി. ഒടുക്കത്തെ മാരകമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഈ ഏണിപ്പാറ എന്നുള്ള ഇതിൻ്റെ ഒരു വ്യൂ അത് എടുത്ത് പറയേണ്ടത് തന്നെ. മൊത്തത്തിൽ അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ്. 360 ഡിഗ്രി വ്യൂ ഉണ്ട്. അടിപൊളിയാണ്, കണ്ടില്ലേ. ഇതേ കാണുന്നുണ്ടോ നമ്മളെ ദ്രവ്യപ്പാറ. ഏണിപ്പാറ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ആരും മിസ് ചെയ്യൽ കിട്ടില്ല സ്പോട്ടാണ്. ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിലും കാണണമെങ്കിലും എൻ്റെ വീഡിയോ കാണണം. ആര്യനാം ബ്ലോഗ്സ് ഫോളോ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഇതുപോലുള്ള ഹിഡൻ പ്ലേസുകൾ ഞാൻ ഒരുപാട് കൊണ്ടുവന്ന് കാണിച്ചിരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ. എല്ലാവരും വരണം കേട്ടോ ഏണിപ്പാറയിലേക്ക്.